ഫിഫ വേൾഡ് കപ്പിന് മറക്കുവാൻ കഴിയാത്തൊരു രാത്രി. ലോക ചാമ്പ്യന്മാർ വിറച്ച രാത്രി. ഒരു കുഞ്ഞൻ രാജ്യത്തിന് ലോകം മുഴുവൻ കൈയടിച്ച രാത്രി. അതായിരുന്നു വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ സംഭവിച്ചത്. ഫുട്ബോളിൽ ചിലപ്പോൾ വിജയിച്ചവരെക്കാൾ പരാജയപ്പെട്ടവരാണ് ലോകത്തിന്റെ ഹൃദയം കീഴടക്കുക. അതെ, ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടിൽ ഇന്ന് അത്തരമൊരു പോരാട്ടമായിരുന്നു ലോകം കണ്ടത്. ഒരു വശത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാർ ലയണൽ മെസ്സിയുടെ അർജന്റീന, കിരീടം നിലനിർത്തുവാൻ വേണ്ടിയെത്തിയ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ടീമുകളിലൊന്ന്. മറുവശത്ത് ജനസംഖ്യ വെറും ഏതാനും ലക്ഷങ്ങൾ മാത്രമുള്ള ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ടിലെത്തിയ ഒരു കുഞ്ഞൻ രാജ്യം കാബോ വെർഡ. കളി അവസാനിച്ചപ്പോൾ അവസാനം സ്കോർ ബോർഡ് വെളിപ്പെടുത്തിയത് അർജന്റീന 3, കാബോ വെർഡ 2. അർജന്റീന അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി. പക്ഷെ മത്സരം കണ്ട ഓരോ ഫുട്ബോൾ ആരാധകന്റെയും മനസ്സിൽ ഒരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്: ശരിക്കും ഈ കളി ജയിച്ചത് ആരാണ്? കാരണം പരാജയപ്പെട്ടെങ്കിലും ലോകത്തിന്റെ മുഴുവൻ ബഹുമാനവും നേടിയ ഒരു ടീമായിട്ടാണ് കാബോ വെർഡ ഇന്ന് മൈതാനം വിട്ടുപോയത്. ലോക ചാമ്പ്യന്മാരെ ശരിക്കും വിറപ്പിച്ച ടീം എന്ന് തന്നെ പറയണം. മത്സരത്തിന് മുമ്പ് ഭൂരിഭാഗം പ്രവചനങ്ങളും ഒരുപോലെ തന്നെയായിരുന്നു: അനായാസം അർജന്റീന ജയിച്ചു കയറും, മെസ്സി തന്റെ മികവ് പുറത്തെടുക്കും, കാബോ വെർഡ പ്രതിരോധിച്ചു നിൽക്കുവാൻ ശ്രമിക്കും, പക്ഷേ ആ ചെറുത്തുനിൽപ്പിന് അധികം ആയുസ്സുണ്ടാവില്ല. എന്നാൽ ആദ്യ വിസിൽ മുഴങ്ങിയപ്പോൾ തന്നെ കാബോ വെർഡ ഒരു കാര്യം ലോകത്തോട് പറയുവാൻ തുടങ്ങി: ഞങ്ങളിവിടെ തോൽക്കാൻ വന്നതല്ല, പകരം പൊരുതാൻ വന്നവരാണ്. അവർ ഭയപ്പെട്ടില്ല, അവർ പിൻപോട്ട് വലിഞ്ഞില്ല. ഓരോ പന്തിനു വേണ്ടിയും അവർ പൊരുതി കളിച്ചു. ഓരോ ടാക്കിളിലും അവർക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഓരോ കൗണ്ടർ അറ്റാക്കിലും ധൈര്യമുണ്ടായിരുന്നു. ഇതായിരുന്നു അർജന്റീനയെ ആദ്യമായി അസ്വസ്ഥരാക്കിയത്. എല്ലാറ്റിലും ഉപരിയായി ഫുട്ബോൾ ലോകത്തിലെ ഇതിഹാസ താരമായ മെസ്സിക്കെതിരെ ഒരു മനുഷ്യഭിത്തി ഇന്ന് ഉയർന്നു നിന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ഹീറോ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മെസ്സി അല്ല, അത് അർജന്റീനയിലെ മറ്റേതെങ്കിലും ഒരു താരവുമല്ല. കാബോ വെർഡ ഗോൾ കീപ്പർ വൊസീഞ്ഞോ. അതെ, ലോകം ഇപ്പോൾ ഉറക്കെ അത് വിളിച്ചു പറയുകയാണ്. ഇന്ന് ആ മനുഷ്യൻ നടത്തിയ സേവുകൾ സാധാരണ സേവുകളായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷറായ മെസ്സിയുടെ ഷോട്ടുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി അദ്ദേഹം തടഞ്ഞിട്ടു. ഫ്രീ കിക്ക്, ലോങ് റേഞ്ചർ, ബോക്സിനുള്ളിലെ ഫിനിഷ്, ഓരോ തവണയും വൊസീഞ്ഞോ ഒരു മതിൽ പോലെ മെസ്സിക്ക് മുമ്പിൽ പടർന്നു നിന്നു. ഒരു ഘട്ടത്തിൽ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന അർജന്റീന ആരാധകർ പോലും അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് കൈയടിച്ചു. ഒരു ഗോൾ കീപ്പർ എങ്ങനെ ഒറ്റയ്ക്ക് ഒരു രാജ്യത്തിന്റെ സ്വപ്നം ജീവനോടെ നിലനിർത്തുമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. എന്നിരുന്നാൽ തന്നെയും നമുക്ക് മെസ്സിയെ മറക്കുവാൻ കഴിയില്ല. എത്ര സേവുകൾ നടത്തിയാലും എത്ര പ്രതിരോധമൊരുക്കിയാലും ലോകത്തിലെ ഏറ്റവും വലിയ താരങ്ങളെ 90 മിനിറ്റും തടഞ്ഞു നിർത്തുവാൻ ആർക്കും സാധിക്കില്ല. 29ാമത്തെ മിനിറ്റിൽ ഒരു നിമിഷം ഒരു മാന്ത്രികത സംഭവിച്ചു. മെസ്സി പന്ത് സ്വീകരിച്ചു. ഒരു ചെറിയ ടച്ച്, പ്രതിരോധ താരങ്ങളെ മറികടന്ന് അയാൾ മുൻപോട്ട്. അടുത്ത നിമിഷം അയാൾ ഇടം കണ്ടെത്തി. ഗംഭീരമായൊരു ഷോട്ട് കാബോ വെർഡയുടെ വലയിൽ. സാക്ഷാൽ വൊസീഞ്ഞയ്ക്ക് പോലും ഒന്നും ചെയ്യുവാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് അത്ഭുതം. അത് വെറും ഒരു ഗോൾ മാത്രമായിരുന്നില്ല, ഒരു നിമിഷം മതി എന്ന മെസ്സിയുടെ ഫുട്ബോൾ തത്വത്തിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു ലോകം കണ്ടത്. ലോകകപ്പിലെ തുടർച്ചയായി 8ാം മത്സരത്തിലും ഗോൾ നേടി മെസ്സി അവിടെ പുതിയൊരു ചരിത്രവും കുറിക്കുകയായിരുന്നു. പക്ഷേ കാബോ വെർഡ അവിടെ തകർന്നില്ല. ഇവിടെയാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ ഒരു ചെറിയ രാജ്യമായിരുന്നെങ്കിൽ മെസ്സിയുടെ ഗോൾ വഴങ്ങിയ ഉടൻ തന്നെ മത്സരം കൈവിട്ടേനെ. പക്ഷെ കാബോ വെർഡ അങ്ങനെയായിരുന്നില്ല. അവർ വീണ്ടും പൊരുതി, വീണ്ടും മുൻപോട്ട് വന്നു, വീണ്ടും അർജന്റീനയെ ആക്രമിച്ചു. ആ നിമിഷം ലോക ചാമ്പ്യന്മാർക്ക് പോലും മനസ്സിലായി, ഇത് ഞങ്ങൾ കരുതിയതുപോലെയുള്ളൊരു മത്സരമല്ല എന്ന്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ ലൈൻ അർജന്റീനയ്ക്ക് അനുകൂലമായിരുന്നുവെങ്കിലും മനോവീര്യത്തിന്റെ പോരാട്ടത്തിൽ കാബോ വെർഡ ഇതിനകം ലോകത്തിന്റെ ബഹുമാനം നേടിയിരുന്നു. 2ാം പകുതിയിൽ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന കഥകളാണ്. ആദ്യ പകുതിയിൽ മെസ്സി തന്റെ മികവ് കാട്ടി. പക്ഷേ 2ാം പകുതിയിൽ ഒരു ചെറിയ രാജ്യം ലോക ചാമ്പ്യന്മാരെ എങ്ങനെ വിറപ്പിക്കാമെന്ന് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. അവിടെ സമനില ഗോളെത്തുകയാണ്. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീളുന്നു. വീണ്ടും അർജന്റീനയുടെ തിരിച്ചുവരവും നാം കാണുന്നു. അവസാനം വരെ അർജന്റീനയെ മുൾമുനയിൽ നിർത്തിയ കാബോ വെർഡയുടെ പോരാട്ടം. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച അണ്ടർഡോഗ് പ്രകടനങ്ങളിൽ ഒന്നിലേക്ക് ഈ മത്സരം എങ്ങനെ മാറി എന്ന് നാം ശ്രദ്ധിച്ചേ പറ്റൂ. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ അർജന്റീന മുൻപിലായിരുന്നു. മെസ്സിയുടെ മാന്ത്രിക ഗോൾ, ആരാധകരുടെ ആഘോഷം. പക്ഷേ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു പോകുമ്പോൾ അർജന്റീന താരങ്ങളുടെ മുഖത്ത് ആശ്വാസമല്ല ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു, കാബോ വെർഡ ഇപ്പോഴും മത്സരത്തിൽ തന്നെയുണ്ട്. 2ാം പകുതി അർജന്റീന പ്രതീക്ഷിക്കാത്ത തുടക്കമാണ് ഉണ്ടാക്കിയത്. 2ാം പകുതി അർജന്റീന പ്രതീക്ഷിക്കാത്ത തുടക്കം. 2ാം പകുതിയുടെ ആദ്യ മിനിറ്റുകൾ തന്നെ കളിയുടെ താളമങ്ങ് മാറി. ഇനി പന്ത് കൈവശം വെക്കാൻ മാത്രമല്ല, ഗോൾ തിരിച്ചടിക്കുവാൻ വേണ്ടിയാണ് കാബോ വെർഡ ഇറങ്ങിയിരിക്കുന്നത്. ഓരോ പന്തിനും അവർ ശരീരം വലിച്ചെറിഞ്ഞു. ഓരോ ടാക്കിളിലും ജീവൻ കൊടുത്തവർ പൊരുതി. അവരുടെ മുന്നേറ്റ താരങ്ങൾ അർജന്റീനയുടെ പ്രതിരോധത്തിന് മുകളിൽ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തുവാൻ തുടങ്ങി. അവിടെയാണ് ലോക ചാമ്പ്യന്മാർ ആദ്യമായി ശരിക്കും അസ്വസ്ഥരായത്.
ലോകത്തിലെ മികച്ച ടീമുകൾ പോലും ചിലപ്പോൾ ഒരു തെറ്റ് ആവർത്തിക്കും. ഇന്ന് അർജന്റീനയുടെ ഏറ്റവും വലിയ പിഴവ് അമിതമായ ആത്മവിശ്വാസമായിരുന്നു. ഒരു ഗോളിന്റെ ലീഡ് കിട്ടിയതോടെ കളിയുടെ വേഗം കുറയ്ക്കുവാൻ അവർ ശ്രമിച്ചു. പന്ത് കൈവശം വെച്ചുകൊണ്ട് സമയം കളയുവാൻ തുടങ്ങി. പക്ഷേ അത് കാബോ വെർഡയ്ക്ക് ആത്മവിശ്വാസമാണ് നൽകിയത്. അവിടെ മധ്യനിരയിൽ അവർ കൂടുതൽ ആക്രമണാത്മകമായി. പ്രതിരോധത്തിൽ നിന്ന് പോലും താരങ്ങൾ മുൻപോട്ട് കയറുവാൻ തുടങ്ങി. അവരുടെ പരിശീലകന്റെ സന്ദേശം വളരെ വ്യക്തമായിരുന്നു: തോൽക്കുകയാണെങ്കിൽ പൊരുതി തോൽക്കണം. മത്സരം മുൻപോട്ട് നീങ്ങുകയാണ്. സ്റ്റേഡിയത്തിൽ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. അപ്പോൾ കാബോ വെർഡെ ആക്രമണം ആരംഭിച്ചു. മധ്യനിരയിൽ നിന്ന് വന്ന അതിവേഗ നീക്കം, ഒരു കൃത്യമായ പാസ്. അർജന്റീന പ്രതിരോധത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പം. അവിടെ വീണ് കിട്ടിയ ഒരു ചെറിയ അവസരം ഡെറോയ് ഡുവാർട്ടെ പാഴാക്കിയില്ല. ഒരു മികച്ച ഫിനിഷ്, തകർപ്പനൊരു ഗോൾ. സ്റ്റേഡിയം ഒരു നിമിഷം നിശബ്ദമായി പോയി. പിന്നെ കാബോ വെർഡെ ആരാധകർ ചരിത്രം കണ്ട മനുഷ്യരെ പോലെ ആഘോഷം ആരംഭിച്ചു. ഇത് വെറും സമനില ഗോൾ മാത്രമായിരുന്നില്ല. ലോക ചാമ്പ്യന്മാർക്കും രക്തമുണ്ടെന്നും ആ രക്തം ചിലപ്പോൾ മരവിച്ച് കട്ടിയാകുമെന്നും ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞ ഗോളായിരുന്നു. മെസ്സിയുടെ മുഖത്ത് ആദ്യമായി ആശങ്ക നിഴലിച്ചു. ആ ഗോൾ വഴങ്ങിയ ശേഷം മെസ്സിയുടെ മുഖത്ത് ചെറിയൊരു മാറ്റവും കാണുവാനായി. അദ്ദേഹം സഹതാരങ്ങളോട് കൂടുതൽ സംസാരിക്കുവാൻ തുടങ്ങി. കൈകൊണ്ട് പൊസിഷനുകൾ കാട്ടിക്കൊടുത്തു. കളിയുടെ വേഗം കൂട്ടുവാൻ ആവശ്യപ്പെട്ടു. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിശീലന മത്സരമല്ല, ജീവൻ മരണ പോരാട്ടമാണ്. അതിനുശേഷം മെസ്സി വീണ്ടും ആക്രമണം തുടങ്ങി. ബോക്സിന് പുറത്തു നിന്ന് ശക്തമായ ഷോട്ട്. പക്ഷേ വൊസീഞ്ഞ എന്ന വൻമതിലിൽ തട്ടി അത് തകർന്നു വീണു. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും മെസ്സിയുടെ ഫിനിഷ്. എന്നാൽ വീണ്ടും സേവ്. അടുത്തതായി ജൂലിയൻ അൽവാരസിന്റെ ഷോട്ട്. അതും രക്ഷപ്പെടുത്തപ്പെടുന്നു. വൊസീഞ്ഞയുടെ ഓരോ തകർപ്പൻ സേവുകൾക്കൊപ്പവും കാബോ വെർഡെ താരങ്ങളുടെ ആത്മവിശ്വാസം ഉയരുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ടീമിനെതിരെ കളിക്കുമ്പോൾ ഒരു ഗോൾ കീപ്പർ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ മുഴുവൻ ടീമിന്റെയും മനോവീര്യം ഇരട്ടിയാവും. അതാണ് സംഭവിച്ചത്. 90 മിനിറ്റ് കഴിഞ്ഞിട്ടും കഥ കഴിഞ്ഞില്ല. അധിക സമയത്തിലും വിജയ ഗോൾ ഉണ്ടായില്ല. പക്ഷെ അവസാനം മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് എത്തി. ആ സമയത്ത് സ്റ്റേഡിയത്തിൽ ഇരുന്ന ഓരോ ആരാധകരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം, ഇത് ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നാകാൻ സാധ്യതയുണ്ട് എന്ന്. ഒരു വശത്ത് മെസ്സിയുടെ അർജന്റീന, മറുവശത്ത് ലോക റാങ്കിങ്ങിൽ വളരെ പിൻപിലുള്ളൊരു കുഞ്ഞൻ രാജ്യം. എന്നാൽ ആ നിമിഷം റാങ്കിങ്ങിന് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. കാരണം ധൈര്യത്തിനും പോരാട്ട വീര്യത്തിനും മുൻപിൽ കണക്കുകൾ പലപ്പോഴും തെറ്റിപ്പോകും. ലോക ചാമ്പ്യന്മാർ സമ്മർദ്ദത്തിലാവുകയാണ്. മെസ്സി ക്ഷീണിച്ചു. മധ്യനിരയിൽ പാസുകളുടെ കൃത്യത കുറഞ്ഞു. പ്രതിരോധത്തിൽ പിഴവുകൾ വർദ്ധിച്ചു. ഇവിടെ അർജന്റീനയ്ക്ക് ഒരു ഇതിഹാസത്തിന്റെ മാജിക്ക് മാത്രം പോരാതെ വരുന്ന സാഹചര്യം. മുഴുവൻ ടീമും ഒരുമിച്ച് എഴുന്നേൽക്കേണ്ട സമയമായിരുന്നു അത്. എന്നാൽ കാബോ വെർഡെക്ക് ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം. ലോകം ഒരിക്കലും മറക്കാത്ത ഒരു ചരിത്രം എഴുതുക. മെസ്സിയുടെ നേതൃത്വവും അർജന്റീനയുടെ മടങ്ങിവരവും. അതെ, അവിടെ പരാജയപ്പെട്ടുവെങ്കിലും വിജയികളുടെ അഭിമാനത്തോടു കൂടി മടങ്ങിയ കാബോ വെർഡെയുടെ അവിശ്വസനീയമായ കഥ അത് ആഴത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു ചാമ്പ്യനെ തോൽപ്പിക്കുന്നത് ഒരുപക്ഷെ വലിയ കാര്യമായിരിക്കാം. പക്ഷേ ഒരു ചാമ്പ്യനെ സ്വന്തം പരിധിക്കപ്പുറത്തേക്ക് പോരാടുവാൻ നിർബന്ധിക്കുന്നത് അതിനേക്കാൾ വലിയ കാര്യമാണ്. 120 മിനിറ്റിലേക്ക് നീണ്ട ഈ മത്സരം ഒടുവിൽ അർജന്റീന വിജയിച്ചു. പക്ഷേ ആ വിജയം അവർക്കാരും സമ്മാനിച്ചതല്ല. ഓരോ ഇഞ്ചും ഓരോ പാസും ഓരോ ഗോളും അവർ പോരാടി തന്നെയാണ് പിടിച്ചെടുത്തത്. എക്സ്ട്രാ ടൈം ആരംഭിക്കുകയാണ്. റഫറിയുടെ വിസിൽ മുഴങ്ങി. രണ്ട് ടീമുകളുടെയും താരങ്ങൾ ക്ഷീണിതരായിരുന്നു. ചിലരുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ട്. ചിലരുടെ മുഖത്ത് വിയർപ്പ് അസാധാരണമായി ഒഴുകുന്നുണ്ട്. പക്ഷെ കണ്ണുകളിൽ ഒരേ തീ ആളിക്കത്തുകയാണ്. ഇനി വെറും 30 മിനിറ്റ് മാത്രം. അതുമതി ചരിത്രം എഴുതുവാൻ. മെസ്സി ക്ഷീണിച്ച ശരീരവുമായി ശാന്തതയോടെ പക്ഷെ ജാഗരൂകമായ മനസ്സുമായി സ്റ്റേഡിയത്തിലുണ്ട്. ഈ സമയത്ത് മെസ്സിയുടെ ഓട്ടം ആദ്യ പകുതിയിലേതുപോലെ ആയിരുന്നില്ല. 41 വയസ്സുകാരനായ ഒരു താരം ചെയ്യുന്നത് പോലെ അദ്ദേഹം മൈതാനം മുഴുവനും ഓടിയില്ല. പക്ഷേ അദ്ദേഹം കളി വായിക്കുകയായിരുന്നു. പന്ത് എവിടേക്ക് പോകും, പ്രതിരോധത്തിൽ എവിടെയാണ് വിടവ്, ആരാണ് ഓവർലാപ്പ് ചെയ്യുക, ഓരോ നിമിഷവും മെസ്സി അത് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. മഹത്തായ താരങ്ങളുടെ പ്രത്യേകതയും അതുതന്നെയാണ്. അവർ കാലുകൊണ്ട് മാത്രം കളിക്കുന്നവരല്ല, അവർ തലച്ചോറ് കൊണ്ടും കളിക്കും. കളി മുൻപോട്ട് നീങ്ങുകയാണ്. സ്കലോണി സൈഡ് ബെഞ്ചിൽ നിന്നും തുടർച്ചയായി നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. അർജന്റീനയുടെ ആക്രമണം ശക്തമാവുകയാണ്. പന്തിന്റെ വേഗത കൂടുന്നു. വശങ്ങൾ മാറി മാറി കളിക്കുന്നു. തുടർന്ന് കണ്ടത് കാബോ വെർഡെ പ്രതിരോധത്തെ വലിച്ചു കീറുന്ന അർജന്റീനയുടെ ചുണക്കുട്ടികളെയാണ്. അത് വർക്കായി. മധ്യനിരയിൽ പന്ത് വേഗത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങി. മാക് അലിസ്റ്റർ, എൽസോ, ഡീപോൾ മൂവരും ചേർന്ന് കാബോ വെർഡെയുടെ മധ്യനിരയെ പിൻപിലേക്ക് തള്ളി. ആക്രമണം ഓരോ നിമിഷവും വർദ്ധിക്കുകയാണ്. പക്ഷെ കളി അവസാനിച്ചു എന്ന് തോന്നുന്ന ഓരോ നിമിഷങ്ങളിലും വൊസീഞ്ഞോ വീണ്ടും മുൻപിൽ വൻമതിലായി നിൽക്കുകയാണ്. മെസ്സിയുടെ മനോഹരമായ ത്രൂ ബോൾ. അൽവാരസ് ഓടിയെത്തുന്നു. 1-on-1 സിറ്റുവേഷൻ. സ്റ്റേഡിയം ഒന്നാകെ എഴുന്നേറ്റ് നിന്നു. പക്ഷേ വൊസീഞ്ഞോ ഗോൾ പോസ്റ്റ് വിട്ട് മിന്നൽ വേഗത്തിൽ പാഞ്ഞു വരികയാണ്. ഒരു കഴുകൻ ചിറകു വിരിച്ചു പറന്നിറങ്ങുന്നത് പോലെ അദ്ദേഹം ശരീരം വിരിച്ചു പന്ത് തടഞ്ഞു കളഞ്ഞു. അടുത്ത നിമിഷം മെസ്സി റീബൗണ്ടിലേക്ക്. വീണ്ടും ഷോട്ട്, വീണ്ടും സേവ്. ലോകം മുഴുവൻ അമ്പരന്നു പോയ നിമിഷങ്ങൾ.
സ്റ്റേഡിയത്തിലെ ക്യാമറകൾ മുഴുവനും മെസ്സിയുടെ മുഖത്തേക്ക് തിരിഞ്ഞു. ഒരു ചെറിയ പുഞ്ചിരി. അതൊരു നിരാശയുടെ പുഞ്ചിരി ആയിരുന്നില്ല. ആ പുഞ്ചിരി നൽകുന്നൊരു സന്ദേശമുണ്ടായിരുന്നു. വോസിഞ്ഞോ, ഇന്ന് നിന്റെ പ്രകടനം അസാധാരണമാണ് എന്ന് എതിർ ഗോൾ കീപ്പറോട് ബഹുമാനത്തോടെ പറയുന്ന പുഞ്ചിരി. എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതി അവസാനിക്കുവാൻ മിനിറ്റുകൾ മാത്രം അവശേഷിക്കുന്നു. അർജന്റീനയ്ക്ക് ഒരു കോർണർ കിക്ക്. മെസ്സി പന്തിനരികിലേക്ക് നടക്കുകയാണ്. സ്റ്റേഡിയം നിശബ്ദമായി. അദ്ദേഹം പന്ത് ഉയർത്തിയടിക്കുന്നു. ബോക്സിനുള്ളിൽ തിരക്കായിരുന്നു. ആദ്യ ഹെഡർ. പന്ത് വീണ്ടും മുൻപിലേക്ക്. ആ ഒരൊറ്റ നിമിഷത്തിൽ ഫുട്ബോൾ ദൈവങ്ങൾ മുഴുവനും അർജന്റീനയുടെ ഭാഗത്തേക്ക് മാറി നിന്ന സമയം. അതെ, ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാലുകൾ അതുവരെയുള്ള എല്ലാ സമ്മർദ്ദങ്ങൾക്കുമുള്ള മറുപടിയായി എത്തുകയാണ്. ഇടത് കാലിൽ നിന്നും ശക്തമായൊരു ഫിനിഷ്. അത് കാബോ വെർഡയുടെ വല കുലുക്കി. അർജന്റീന വീണ്ടും മുൻപിലെത്തി. ബെഞ്ചിൽ നിന്നും എല്ലാ താരങ്ങളും ഓടിയിറങ്ങി. സ്കലോണി അപ്പോഴും ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ ശാന്തനായി നിൽക്കുകയാണ്. മെസ്സി ആകാശത്തേക്ക് നോക്കി കൈകൾ വിരിച്ചു. അയാളുടെ അനുഭവം, ക്ഷമ, ഇതെല്ലാം കൃത്യമായി വെളിപ്പെട്ട നിമിഷങ്ങൾ. ശരിയായ സമയത്ത് ശരിയായ സ്ഥാനത്ത് നിൽക്കുക, ഇതാണ് ലോക ചാമ്പ്യന്മാരെ ചാമ്പ്യന്മാരാക്കി മാറ്റുന്നത്. പക്ഷേ കാബോ വെർഡ അവിടെയും കീഴടങ്ങുവാൻ തയ്യാറായില്ല. ഇവിടെയാണ് ഈ കഥ സാധാരണ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. ഭൂരിഭാഗം ടീമുകളും ഇവിടെ അവസാനിപ്പിച്ചേനെ. പക്ഷേ കാബോ വെർഡ വീണ്ടും മുൻപോട്ട് വന്നു. അവർക്കറിയാമായിരുന്നു നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല എന്ന്. അതിനാൽ അവർ വീണ്ടും ആക്രമിച്ചു. വീണ്ടും റിസ്ക് എടുത്തു. വീണ്ടും അർജന്റീനയെ അവർ വിറപ്പിച്ചു. അവിടെ ലോകം വീണ്ടും ഞെട്ടിപ്പോയി. പെട്ടെന്നൊരു കൗണ്ടർ അറ്റാക്ക്. ഇടത് വിങ്ങിലൂടെ ഒരു അതിവേഗ മുന്നേറ്റം. താഴ്ന്നിറങ്ങി വരുന്നൊരു ക്രോസ്. സിഡ്നി കബ്രാൽ കൃത്യസമയത്ത് അവിടേക്ക് എത്തുന്നു. ഒരു കിടിലൻ ഷോട്ട്. പന്ത് അർജന്റീനയുടെ വലയിൽ. സ്കോർ വീണ്ടും സമനില 2-2. സ്റ്റേഡിയത്തിൽ ഇരുന്ന അർജന്റീന ആരാധകർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. മെസ്സി തന്റെ 2 കൈകളും അരയിൽ വെച്ച് സ്കോർ ബോർഡിലേക്ക് നോക്കി. കാബോ വെർഡ ബെഞ്ച് ആഹ്ലാദത്തിൽ പൊട്ടിത്തെറിച്ചു. ആ നിമിഷം ലോകമെമ്പാടുമുള്ള നിഷ്പക്ഷ ആരാധകരെ ഒരേ കാര്യമായിരിക്കാം ചിന്തിപ്പിച്ചത്. ഈ ഒരു കുഞ്ഞൻ രാജ്യം ശരിക്കും ഇന്ന് അർജന്റീനയെ പുറത്താക്കുമോ? പക്ഷെ ലോക ചാമ്പ്യന്മാരുടെ അവസാന മറുപടി വൈകാതെ എത്തുകയാണ്. അവിടെ യഥാർത്ഥ ചാമ്പ്യന്മാരുടെ മനോഭാവം പുറത്തു വരുന്നതാണ് ലോകം കണ്ടത്. ഭയമില്ല, പരിഭ്രമമില്ല. കളി ജയിക്കുവാനുള്ള ഒരു ആവേശം മാത്രമല്ല, കൃത്യമായ ആസൂത്രണം. അവസാന നിമിഷവും ആസൂത്രണം നടക്കുകയാണ്. ഓരോ താരവും വീണ്ടും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങി. മെസ്സി എല്ലാവരെയും ശാന്തമാക്കി. ആ സമയത്ത് അയാളുടെ ശരീരഭാഷ പറയുന്നുണ്ടായിരുന്നു, ഇനിയും സമയമുണ്ട് എന്ന്. ആ ശാന്തത, ആ ആത്മവിശ്വാസം, അതാണ് പിന്നീട് ലോകകപ്പിലെ ഏറ്റവും നിർണായക നിമിഷങ്ങളിലേക്ക് അർജന്റീനയെ മടക്കിക്കൊണ്ടുവന്നത്. തുടർന്ന് നടന്ന അവസാന ആക്രമണത്തിൽ കാബോ വെർഡയുടെ സ്വപ്നം തകർന്നു. അർജന്റീനയുടെ വിജയ ഗോൾ പിറന്നു. കാബോ വെർഡ മത്സരത്തിൽ ഔദ്യോഗികമായി പരാജയപ്പെട്ടു. പക്ഷേ ലോകം അവരെ ജയിച്ചവരായി പ്രഖ്യാപിച്ചു. ചിലപ്പോൾ ഫുട്ബോൾ സ്കോർ ബോർഡിൽ അവസാനിക്കും. എന്നാൽ ചില മത്സരങ്ങൾ മനുഷ്യരുടെ മനസ്സിൽ ഒരിക്കലും അവസാനിക്കില്ല. അർജന്റീനയും കാബോ വെർഡയും തമ്മിലുള്ള ഈ പോരാട്ടം അത്തരത്തിലൊന്നായിരുന്നു. അവസാനത്തെ 10 മിനിറ്റ്. ഘടികാരത്തിലെ ഓരോ സെക്കൻഡും കടന്നു പോകുമ്പോൾ അർജന്റീനയുടെ ഓരോ ആക്രമണത്തിനും പിൻപിൽ ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയാണ് കാണുവാൻ കഴിയുന്നത്. കാബോ വെർഡയുടെ ഓരോ ടാക്കിളിനും പിൻപിൽ ചരിത്രം എഴുതണം എന്ന ഒരു സ്വപ്നവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകർ ഇരുന്നില്ല. പരിശീലകർ ശാന്തരായിരുന്നില്ല. കളിക്കാർക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. പക്ഷേ ആർക്കും തോൽക്കുവാൻ മനസ്സില്ലായിരുന്നു. ഒരു ചാമ്പ്യൻ ടീം എന്തുകൊണ്ടാണ് ചാമ്പ്യന്മാരാകുന്നത്? ലോകകപ്പ് നേടുവാൻ വെറും മികച്ച താരങ്ങൾ മാത്രം പോരാ, സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ കഴിയണം. ആ ഗുണമാണ് അവസാന നിമിഷങ്ങളിൽ അർജന്റീന പുറത്തെടുത്തത്. മെസ്സി വീണ്ടും പന്ത് ആവശ്യപ്പെട്ടു. എൽസോ ഫെർണാണ്ടസ് കളിയുടെ താളം നിയന്ത്രിച്ചു. റോഡിഗ്രോ, ഡീപോൾ ഓരോ പന്തിനും വേണ്ടിയും പൊരുതി. മാക് അലിസ്റ്റർ മുന്നേറ്റവും പ്രതിരോധവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി നിന്നു. അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം, ഒരു പാസ്, ഒരൊറ്റ ക്രോസ്, ഒരു ഹെഡർ, ഒരു റീബൗണ്ട്. വീണ്ടും പന്ത് അപകട മേഖലയിലേക്ക്. കാബോ വെർഡയുടെ പ്രതിരോധം ജീവൻ മരണ പോരാട്ടം പോലെ അത് ക്ലിയർ ചെയ്യുവാൻ ശ്രമിച്ചു. പക്ഷേ വിധി മറ്റൊരു കഥ എഴുതുകയായിരുന്നു. അവസാനം പന്ത് വലയിലെത്തി. അർജന്റീന വീണ്ടും മുൻപിൽ 3-2. ആ നിമിഷം സ്റ്റേഡിയം കുലുങ്ങി. മെസ്സി കൈകൾ ഉയർത്തി. സഹതാരങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ചു. സ്കലോണി ദീർഘശ്വാസം വിട്ടു. ലോക ചാമ്പ്യന്മാർ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷെ യഥാർത്ഥ കഥ ഇവിടെയാണ് ആരംഭിക്കുന്നത്. അർജന്റീന വിജയിച്ചു. എന്നാൽ അവരുടെ മുഖത്ത് പതിവ് ആഘോഷമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? കാരണം അവർക്കറിയാമായിരുന്നു, ഇന്നവർ ജയിച്ചെങ്കിലും അവരെ ശരിക്കും പരീക്ഷിച്ചത് കാബോ വെർഡ എന്നൊരു കുഞ്ഞൻ രാജ്യമായിരുന്നു. ഇതൊരു എളുപ്പ വിജയമായിരുന്നില്ല. ലോകകപ്പ് കിരീടം നിലനിർത്തുവാൻ വേണ്ടി ഇറങ്ങിയ ടീം 120 മിനിറ്റും സ്വന്തം പരിധിക്കപ്പുറത്തേക്ക് ഇറങ്ങി കളിക്കേണ്ടി വന്ന രാത്രി. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഉറക്കം വിളിച്ചു പറയുന്ന ഒരു രാത്രി. വോസിഞ്ഞോ, ഇന്ന് നീ തോറ്റിട്ടില്ല. ഒരു ഗോൾ കീപ്പർക്ക് 3 ഗോളുകൾ വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളായിരുന്നു ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം. അത്തരമൊരു പ്രകടനമാണ് നിങ്ങൾ കാഴ്ചവെച്ചത്. മെസ്സിയുടെ ഷോട്ടുകൾ, അൽവാരസിന്റെ ഫിനിഷുകൾ, ലൗട്ടാരോയുടെ ശ്രമങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി നിങ്ങൾ നിഷ്ഫലമാക്കിക്കൊണ്ടേയിരുന്നു. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ മത്സരം ഒരുപക്ഷെ ആദ്യ പകുതിയിൽ തന്നെ അവസാനിച്ചേനെ.
പരാജയപ്പെട്ട ടീമിലെ ഗോൾ കീപ്പറായിരുന്നിട്ടും ലോകമെമ്പാടുമുള്ള ആരാധകരുടെ പ്രശംസ നേടിയ താരം വൊസീഞ്ഞോ. ഒരു സമതുലിത വിലയിരുത്തൽ നടത്തിയാൽ മെസ്സി ഗോളടിച്ചു, ടീമിനെ നയിച്ചു, നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ കണ്ട മെസ്സി പതിവായി കാണുന്ന അതേ മെസ്സി ആയിരുന്നില്ല. കാബോ വെർഡ പലപ്പോഴും അദ്ദേഹത്തെ നിയന്ത്രിച്ചു. ഗോൾ കീപ്പർ അസാധാരണമായ സേവുകൾ നടത്തി. പ്രതിരോധ നിര അദ്ദേഹത്തിന് ഇടം കുറച്ചു. എന്നാൽ ലോകോത്തര താരങ്ങളുടെ പ്രത്യേകത ഇതാണ്: അവർക്ക് മികച്ച ദിവസമില്ലെങ്കിലും ഒരൊറ്റ നിമിഷം മതി കളിയാകെ മാറ്റിമറിക്കുവാൻ. ആ ഒരു നിമിഷം മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി നൽകേണ്ടത് നൽകി. ഈ മത്സരം ജയിച്ചെങ്കിലും അർജന്റീന തീർച്ചയായും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. ഒന്നാമത്തെ ചോദ്യം പ്രതിരോധത്തിലെ ആശയവിനിമയ പിഴവുകൾ. കാബോ വെർഡ പോലൊരു ടീമിന് 2 ഗോളുകൾ നേടുവാൻ കഴിഞ്ഞെങ്കിൽ അടുത്ത ഘട്ടത്തിൽ യൂറോപ്യൻ വമ്പന്മാർക്കെതിരെ എന്തായിരിക്കും സംഭവിക്കുക? രണ്ടാമത്തേത് അവസരങ്ങൾ പാഴാക്കുന്നത്. മെസ്സിയും സഹതാരങ്ങളും നിരവധി വ്യക്തമായ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. നോക്കൌട്ട് റൗണ്ടിൽ ഇത്തരം പിഴവുകൾ ആവർത്തിച്ചാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില ഒരുപക്ഷെ വലിയതായിരിക്കാം. കാബോ വെർഡ, നിങ്ങൾ ഒരിക്കലും തോറ്റിട്ടില്ല. ഇന്ന് ലോകകപ്പ് അവസാനിച്ചേക്കാം. പക്ഷേ ഒരു രാജ്യം ഇന്ന് ലോകത്തിന്റെ ബഹുമാനം തേടി തല ഉയർത്തി നിൽക്കുകയാണ്. അവർക്ക് കിരീടമില്ല, അവർക്ക് കോടിക്കണക്കിന് ആരാധകരില്ല, അവർക്ക് സൂപ്പർ താരങ്ങളുടെ നിരയുമില്ല. എന്നാൽ അവർക്ക് ധൈര്യമുണ്ടായിരുന്നു, അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, അവർക്ക് അവസാന നിമിഷം വരെ പൊരുതുവാനുള്ള മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ അർജന്റീന വിജയികളെ പോലെ ആഘോഷിച്ചെങ്കിലും ലോകം മുഴുവനും കാബോ വെർഡയ്ക്ക് വേണ്ടി കൈയടിച്ചത്. ഫുട്ബോൾ നമ്മെ വീണ്ടും ഒരു പാഠം ഇവിടെ പഠിപ്പിച്ചു. കിരീടങ്ങൾ വലുതാകാം, പേരുകൾ വലുതാകാം, ചരിത്രവും വലുതാകാം. പക്ഷേ മൈതാനത്തിറങ്ങുന്ന നിമിഷം കളിക്കുന്നത് 11 മനുഷ്യരാണ്. അവിടെ ഹൃദയം കൊണ്ട് പൊരുതുന്ന ഒരു ചെറിയ രാജ്യത്തിന് പോലും ലോക ചാമ്പ്യന്മാരെ വിറപ്പിക്കുവാൻ കഴിയും. ഇക്കഴിഞ്ഞ രാത്രി അതിന്റെ തെളിവായിരുന്നു. അർജന്റീന മുന്നേറി, കാബോ വെർഡ പുറത്തായി. പക്ഷേ ഫുട്ബോളിന്റെ മനോഹാരിത അത് വിജയിച്ചു. ഈ മത്സരം കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അർജന്റീന ശരിക്കും കിരീടം നിലനിർത്തുവാൻ ശേഷിയുള്ള ഒരു ടീമാണോ ഇത്തവണ? അതോ ഇന്നത്തെ പ്രകടനം വലിയൊരു മുന്നറിയിപ്പാണോ? കാബോ വെർഡയുടെ പ്രകടനം അത് ലോകകപ്പിലെ ഏറ്റവും മികച്ച അണ്ടർഡോഗ് പ്രകടനങ്ങളിലൊന്നാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അടുത്ത ലോകകപ്പിന്റെ മറ്റൊരു വിശകലനവുമായി വീണ്ടും എത്താം. നന്ദി.